ഹലോ. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് പോവാം. അപ്പൊ മാർത്താണ്ഡം കണ്ടല്ലേ നിർത്തിയത് നമ്മള്. അപ്പൊ മാർത്താണ്ഡത്തുനിന്ന് പോകുന്ന വഴി തന്നെ തൃപ്പരപ്പ് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ് ഉണ്ട്. അവിടെയും കൂടി ഒന്ന് കയറാന്ന് കരുതി. പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും ലേറ്റായി വരുന്ന കാരണം നമ്മളിവിടെ എത്തിയപ്പോഴും പതിപോലെ തന്നെ നേരം വൈകി. അപ്പൊ എല്ലാവരും അവിടുന്ന് ഒഴിവാക്കുന്ന ഒരു സമയമായിരുന്നു. അവിടെ നിന്ന് സെക്യൂരിറ്റികൾ പറയുന്നുണ്ട് കയറി പോവാൻ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തെ എത്തണേ. ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞ ഏപ്രിലൊക്കെ മെയ് മാസത്തിലൊക്കെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇപ്പൊ എടുത്ത വീഡിയോ അല്ല കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ഇത്ര വെള്ളമൊന്നും പോരാ. മഴയൊക്കെ പെയ്ത കാരണം നന്നായിട്ടൊക്കെ വെള്ളം വരുന്നുണ്ടാവും. ഇതിൽ കൂടെയൊക്കെ നന്നായിട്ട് വെള്ളം പോണത് നമ്മള് ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഈ വാട്ടർഫോൾസിന്റെ അവിടേക്ക് വന്നിട്ട് ഞങ്ങള് തൃശ്ശൂരിൽ നിന്ന് വരുന്നതാ. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അവിടെ വന്ന് പോയി ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവിടെ കൈയും കാലം പിടിച്ചപ്പോൾ ഒരു പറഞ്ഞു ഒന്ന് വേഗം പോയിട്ട് ഒരു 5 മിനിറ്റ് കണ്ടിട്ട് അപ്പം തന്നെ പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് അതൊക്കെ കണ്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് കിടന്നപ്പം ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഇതേപോലെ തന്നെ വെള്ളച്ചാട്ടമല്ല, ഒരു പുഴ പോലെയൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അതൊന്ന് പോയി കാണാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങളിത് അവിടേക്ക് വന്നു. അവിടെ പോയി മഴക്കാലത്തൊന്നും ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇപ്പം ഇങ്ങനെ പാറയൊക്കെ നിൽക്കണ കാരണം കുറച്ചു നേരം ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അധികം വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റൂല. കാരണം എന്താണെങ്കിൽ ഇരുട്ടായി തുടങ്ങി. നമ്മൾ എല്ലായിടത്തും ലേറ്റ് ആയിട്ടാണല്ലോ എത്തിയത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. ഇത് കഴിഞ്ഞ് നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകും. അപ്പം ഇത് കുറച്ചു നേരമൊക്കെ ഉണ്ട്. കുറേ പേരോട് കുളിക്കുകയൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വേറെ ഡ്രസ്സൊന്നും കരുതി വരാത്ത കാരണം കുളിക്കാനൊന്നിനും നിന്നൊന്നുമില്ല. പിന്നെ ഈ പാറമ കണ്ടു ഈ ചേച്ചിമാരൊക്കെ ഇരിക്കണ പോലെ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു. മീനാക്ഷിക്കാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം. അപ്പം പിന്നെ ആ ഒരു ആഗ്രഹം നടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ നോക്കിയൊക്കെ ഇരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് തന്നെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. നേരിട്ട് റൂമിൽ ചെല്ലുക, ഫ്രഷ് ആവുക, അപ്പം തന്നെ ലുലുവില് പോകണം. എന്നിട്ട് അവിടുന്ന് KFC കഴിക്കണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പം ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴി ഒരു തട്ടുകടയിൽ കയറി ഞങ്ങൾ ദോശയും പുട്ടൊക്കെ കഴിച്ചു. കാരണം ഇനിയിപ്പോൾ അവിടുന്ന് പോകും തോറും ഭക്ഷണം കിട്ടുമെന്ന് അറിയില്ല. കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടോ. അവിടെ എല്ലായിടത്തും ഹോട്ടലുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫ്രഷായി ഞങ്ങളിത് വീണ്ടും ലുലുവിലേക്ക് കൂടെ വന്നു. അപ്പം ഇന്നത്തെയും കൂടെ അല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെ ലുലുവിലൊന്നും കയറിയില്ല എന്നുള്ളത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചടങ്ങും കൂടെ കഴിച്ചു വയ്ക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ ലുലുവില് വന്നു. ലുലു എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാലോ, ഒരു ലോകം തന്നെ. എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം നമുക്കറിയില്ല. പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോൾ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ്. എന്നാലും ഞങ്ങൾ ലക്ഷ്യം മുഴുവൻ KFC ആയതുകൊണ്ട് അത് മാത്രം നോക്കിയിട്ട് നടന്നിരുന്നേ. വേറെ വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഭയങ്കര തിരക്ക് തന്നെയാണ്. പിന്നെ അങ്ങനെ ഒരു 3rd ഫ്ലോറിലും മറ്റും എത്തിയപ്പം കുറേ കടകൾ കണ്ടു. അതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് അവസാനം KFC ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. പക്ഷെ അത് കണ്ടുപിടിക്കണ വരെ കുറേ നടത്തായിരുന്നു. കാരണം ഒന്നാമത് രാവിലെ തൊട്ട് ഇങ്ങനെ കിടന്ന് നടന്ന് വയ്യാണ്ടായിട്ടാണ് എത്തണേ. അപ്പൊ ഇവിടേക്ക് നിർബന്ധം ലുലുവിൽ തന്നെ കയറിയിട്ട് KFC കഴിക്കണം എന്ന്. അപ്പൊ പിന്നെ ഒന്നാമത് ഞങ്ങൾ ലേറ്റ് ആവും ചെയ്തു. 10 മണി 10:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ തന്നെയല്ലേ ഇത് കിട്ടാനും വഴിയുള്ളൂ. അങ്ങനെയാണ് പിന്നെ ലുലുവിൽ വന്നത്. പക്ഷെ കഴിഞ്ഞ തവണ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നപ്പം ലുലു ഓപ്പൺ ചെയ്തിട്ടുള്ള സമയമായിരുന്നു. പക്ഷെ അന്ന് ഒരു ദിവസത്തെ ട്രിപ്പിനെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ ഇവിടെ നിന്നും കയറാനുള്ള നേരം കിട്ടിയില്ല. അപ്പൊ അത് വിചാരിച്ചിട്ട് ഇന്നിവിടെ കയറി. പക്ഷെ ഇവിടെ കയറിയെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒന്നും കണ്ടുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റിയില്ല. ചെന്നപ്പോ തന്നെ ഈ KFC തപ്പിയുള്ള നടത്തായിരുന്നു. പിന്നെ അവിടെ അത് കഴിഞ്ഞ് മേലൊക്കെ നിന്ന് താഴ്ത്തിയൊക്കെ നോക്കിയപ്പോ ഒരു ലോകം തന്നെയാണ്. പിന്നെ നമ്മൾ എറണാകുളത്ത് ലുലുവിലൊക്കെ പോയിട്ടുള്ള കാരണം ലുലുവിന്റെ ഏകദേശം ഒരു രീതികളൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ അതേപോലൊക്കെ തന്നെ ഇവിടെയും കുറെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ KFC കണ്ടുപിടിച്ചു. KFC കഴിക്കാൻ തുടങ്ങി. ഞാനും രഞ്ജേട്ടനും മോളും എല്ലാവരും കഴിച്ചു. വേണ്ടാന്നൊക്കെ കരുതി ഇരുന്നതാ. ഡയറ്റിംഗ് ഒക്കെ അല്ലായിരുന്നോ. പക്ഷെ അതിവിടെ വന്നപ്പോൾ അത് പോയി. അങ്ങനെ ഞങ്ങൾ കാരണം അവിടുന്ന് വരുമ്പോൾ തന്നെ ഒരു 7 മണി നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇവൾക്ക് വേണം നിർബന്ധം പറഞ്ഞപ്പോൾ ഇവളെ കൊണ്ട് എന്തായാലും ഇത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളും കൂടെ കഴിച്ചു. അങ്ങനെ തിരുവനന്തപുരത്തെ ഈ ഒരു ദിവസം കൂടെ കഴിഞ്ഞു. ഇനി നാളെ രാവിലെ ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അതിന്റെ ഒരു വിഷമം തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. എനിക്ക് കൂടുതലായിട്ടുണ്ട്. അപ്പൊ നാളെ തിരുവനന്തപുരത്ത് പോകുമ്പം ആലപ്പുഴയിലും കൂടെ കയറുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ യാത്രകളുടെ ഒരു വീഡിയോസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നിനും മറക്കരുത്. ബൈ.